ഇടുക്കി തൊടുപുഴയിലേക്ക് പോകാം. അവിടെ ആലക്കോട് ഉരുൾപൊട്ടലിൽ 3 കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടമായത്. തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 2 പേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പരിക്കേറ്റ 2 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെയുണ്ടായ അതിശക്തമായ മഴയിൽ ഇടുക്കി ജില്ലയിൽ വിവിധ ഇടങ്ങളിലാണ് ഉരുൾപൊട്ടി വലിയ നാശനഷ്ടം ഉണ്ടായത്. അത്തരത്തിലുള്ള ഒരിടത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. തൊടുപുഴയ്ക്ക് സമീപം ആലക്കോട് ചവർണയിലാണ് ഉരുൾപൊട്ടി ഏതാണ്ട് 3ഓളം വീടുകൾ തകർന്നു പോയത്. രാത്രിയിൽ ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്താണ് മണ്ണ് ഇടിഞ്ഞ് പോകുന്നത്. അതിന് ഈ ശബ്ദം കേട്ട ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആ വീട്ടിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ കാണുന്ന ആ വീട് സാരമായ പരിക്കുകളില്ലാതെ അവശേഷിച്ചെങ്കിലും അപകടാവസ്ഥയിൽ തുടരുകയാണ്. ആ വീട്ടിൽ ഒരു കുഞ്ഞു കുട്ടിയടക്കമുള്ള നവജാത ശിശു അടക്കമുള്ളവർ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 3 കുടുംബങ്ങളുടെ വീട് നഷ്ടമായി. അവരെയൊക്കെയും തൊട്ടടുത്തുള്ള അംഗൻവാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധി കൂടി ചേരുന്നുണ്ട്. ചേച്ചി, എന്താ ഈ സംഭവം നടന്നത്? ഇന്നലെ വെളുപ്പിന് ഒരു 2:25 അതിന് ഭയങ്കര ശബ്ദം കേട്ടതെന്ന് ആ ചേച്ചി പറഞ്ഞു. ആ ചേച്ചി ഇറങ്ങി നോക്കിയതിനും ആ വീടിൻ്റെ ഫൗണ്ടേഷൻ ചേർത്ത മണ്ണ് മൊത്തം താഴോട്ട് പോയിരുന്നു. തൊട്ട് താഴെ മാർട്ടിൻ എന്ന ചേട്ടൻ്റെ വീടും കംപ്ലീറ്റ് പോയി. ആ ചേട്ടൻ മണ്ണിനടിയിലായിരുന്നു. അതെന്നിട്ട് എങ്ങനെയോ അവിടെ പിടിച്ച് കയറി പുള്ളി വലിഞ്ഞ് കയറി അപ്പുറത്തെ പറമ്പിലേക്ക് ഓടി. പിന്നെ തൊട്ട് താഴത്തിന് ഷൈല ബിനു, ആ ബിനു ചേട്ടൻ്റെ വീടും ഇങ്ങനെ കമ്പും കോലും കട്ടയെല്ലാം വീണ കണ്ടമാനം സ്ക്രാച്ചായി. 2 പേരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി, വില്ലേജ് ഓഫീസർ എത്തി, നാട്ടുകാർ കൂടി എത്തി. എല്ലാം തന്നെ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരാൾ അഡ്മിറ്റായി, ഒരാൾ തിരിച്ചു കൊണ്ടുവന്നു. പരിക്കേറ്റവർക്ക് ഒരാളുടെ ഗുരുതരമായ പരിക്കാണ്. ഗുരുതരമായിട്ടല്ല, കാല് ഫ്ലാക്ചറായി. പിന്നെ ബാക്കിയുള്ള ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ്. മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. വളരെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു അല്ലേ അവരുടെ വീടെല്ലാം പോയിട്ട്? തീർച്ചയായിട്ടും. കാരണം ഡെയിലി വേജസിന് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. പിന്നെ അവരുടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആ വീടിന് വേണ്ടി അവർ ഒത്തിരി കഷ്ടപ്പെട്ട് അവർ പണിത വീടുകളാണ്. 3 ഭവനങ്ങൾ പൂർണ്ണമായും നശിച്ചു. ഒരു ഭവനം വളരെ അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവർക്കുള്ള പുനരധിവാസം ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് വാർഡ് മെമ്പർമാരായിട്ടുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സമീപപ്രദേശങ്ങളിൽ ആളുകളെ മാറ്റി താമസിക്കുകയോ ചെയ്യുന്നുണ്ടോ? അന്നേരം രാത്രി തന്നെ മാറ്റിയായിരുന്നു. രാത്രി തന്നെ മാറ്റി അപകട മേഖലയാണെന്ന് കണ്ട എല്ലാ സ്ഥലത്തും ആൾക്കാർ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ കെട്ടിടമുണ്ട്. രാത്രി അംഗൻവാടിയിലേക്ക് മാറ്റി. ഇപ്പം ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് കെട്ടിലേക്ക് മാറാൻ എല്ലാം സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ സമീപപ്രദേശത്തുള്ള ആളുകളെയൊക്കെ തൊട്ടടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിദാരുണമായ സംഭവമാണ്. ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. വീട്ടുപകരണങ്ങൾ അടക്കം മണ്ണിനിടയിൽ പൂണ്ടുപോയിരിക്കുന്ന ഈ അവസ്ഥ കാണാൻ കഴിയും. രക്ഷാപ്രവർത്തനവും വളരെ ശ്രമകരമായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരാൾ മണ്ണിനടിയിൽ പെട്ടുപോയിരുന്നു. അവരെ അവിടുന്ന് പുറത്തെത്തിക്കുകയായിരുന്നു. ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിലുണ്ടായ ഈ ഇത്തരം നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ മഴക്കെടുതികളിൽ 2 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. ഒന്ന് കൊടയത്തൂരിലുണ്ടായ ഉരുൾപൊട്ടലിൽ സുമതി എന്ന വയോധിക മരണപ്പെട്ടു. മറ്റൊന്ന് വാഗമണ്ണിലാണ്. അവിടെ 72-കാരനായ വിശ്വംഭരൻ നായർ എന്നയാൾ മണ്ണിനടിയിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. 2 പേരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ ഇത്തരം ചെറിയ ഉരുൾപൊട്ടലുകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ അത്തരം നാശനഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുകയാണ്. പക്ഷേ ഈ ആലക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ വളരെ സാധാരണക്കാരായ മനുഷ്യർക്കാണ് വീട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ പുനരധിവാസം കൃത്യമായി ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഷെറിൻ മോഹനോടൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.